8ാം ക്ലാസ് വിദ്യാർത്ഥി മിഥുന്റെ മരണത്തിൽ പ്രതിഷേധം ആളുകയാണ്. കൊല്ലം തേവലക്കര ഹൈസ്കൂളിലേക്ക് വിവിധ സംഘടനകൾ പ്രതിഷേധ മാർച്ച് നടത്തി. KSU പ്രവർത്തകർ നടത്തിയ മാർച്ചിന് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. സ്കൂളിലേക്ക് BJPയും ABVPയും നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി. ബാരിക്കേഡ് മറികടന്ന പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. സ്കൂളിലേക്ക് മാർച്ച് നടത്തിയ RYF പ്രവർത്തകരും പോലീസും തമ്മിൽ സംഘർഷമുണ്ടായി. പാലക്കാട് ചിറ്റൂരിൽ വൈദ്യുതി വകുപ്പ് മന്ത്രി K കൃഷ്ണൻകുട്ടിയുടെ ഓഫീസിലേക്ക് നടത്തിയ BJP മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. അരുൺ രാജ് തേവലക്കര സ്കൂളിൽ നിന്ന് വിശദാംശങ്ങൾ നൽകും. അരുണ, സംഘർഷഭരിതമാണ് തേവലക്കരയും പരിസര പ്രദേശങ്ങളുമല്ല. ഇന്നിപ്പോൾ എത്ര മാർച്ചുകളാണ് അവിടേക്ക് എത്തിയതെന്ന് നമ്മൾ കണ്ടു. എല്ലാം ഏതാണ്ട് സംഘർഷത്തിൽ കലാശിച്ചു. പോലീസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു നീക്കുകയും ഒക്കെ ചെയ്യുന്നത് കണ്ടു. എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം തേവലക്കരയിൽ? വിജയകുമാർ, രാവിലെ മുതൽ തന്നെ തേവലക്കര സ്കൂളിന്റെ പരിസരം സംഘർഷഭരിതവും സമരപൂരിതവുമാണ്. രാവിലെ മുതൽ തന്നെ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിലുള്ള മാർച്ച് ഈ സ്കൂൾ പരിസരത്തേക്ക് എത്തി. ആദ്യം BJPയുടെ മാർച്ചാണ് എത്തിയത്. BJPയുടെ മാർച്ചിൽ ഈ ബാരിക്കേഡ് മറികടന്ന് ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ഒടുവിൽ RYF പ്രവർത്തകരും മാർച്ചുമായി എത്തി. ഇപ്പോൾ KSU നടത്തിയ മാർച്ച്. ഇതിനുശേഷം KSU പ്രവർത്തകർ സ്കൂൾ പരിസരത്ത് കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയായിരുന്നു. ആ പ്രവർത്തകരെയാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്നത്. ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ KSU ജില്ലാ പ്രസിഡന്റ് അൻവർ, സംസ്ഥാന സെക്രട്ടറി യദു കൃഷ്ണ അടക്കമുള്ളവരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമമാണ് പോലീസ് നടത്തുന്നത്. KSUവിന്റെ സമരം അത് ബാരിക്കേഡ് മറികടന്നുകൊണ്ട് പോലീസിന്റെ എല്ലാ സീമകൾ ലംഘിച്ചുകൊണ്ട് ഉള്ളിലേക്ക് കടക്കുകയായിരുന്നു. ഒടുവിൽ പോലീസിന് തുടക്കത്തിൽ ഈ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ വാഹനം പോലും ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ രണ്ടിടങ്ങളിലായി കൂടുതൽ വാഹനം സ്ഥലത്തേക്ക് എത്തിച്ചുകൊണ്ടാണ് ഈ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നത്. ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ മുതിർന്ന ഉദ്യോഗസ്ഥരടക്കം ഉയർന്ന ഉദ്യോഗസ്ഥരടക്കം ഇടപെട്ടുകൊണ്ട് പ്രവർത്തകരെ അനുനയിപ്പിച്ച് ഇവിടെ നിന്ന് സമരസ്ഥലത്ത് നിന്ന് മാറാൻ ആവശ്യപ്പെടുന്നു. കൂടുതൽ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ അറസ്റ്റ് വിസമ്മതിച്ച പ്രവർത്തകർ വീണ്ടും ഇവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എത്ര പേരെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ കഴിയും ഈ സാഹചര്യത്തിൽ എന്നുള്ളതാണ് പോലീസ് നോക്കുന്നത്. കാരണം സ്കൂൾ പരിസരം സംഘർഷഭരിതമാകാതെ കൂടുതൽ ഈ സമരം കടുക്കാതെ എത്രയും വേഗത്തിൽ ഈ പ്രവർത്തകരെ ഇവിടെ നിന്ന് മാറ്റുക, അത് പോലീസിന് മുമ്പിലുള്ള വെല്ലുവിളിയാണ്. അത് നേരത്തെ തന്നെ മുതിർന്ന നേതാക്കളുമായി പോലീസ് സംസാരിച്ചിരുന്നു. ഏതെങ്കിലും തരത്തിലുള്ള സംഘർഷത്തിലേക്ക് പോവുകയാണെങ്കിൽ അത് പോലീസ് നടപടിയിലേക്ക് കലാശിക്കും. അതുകൊണ്ട് തന്നെ പോലീസ് സംയമനം പാലിക്കണമെന്ന് ആവർത്തിച്ച് KSU പ്രവർത്തകരോട് ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു. ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ പ്രവർത്തകരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് വാഹനങ്ങളിലേക്ക് മാറ്റുകയാണ്. നമ്മൾ പറഞ്ഞതുപോലെ രാവിലെ മുതൽ നിരവധിയായ സംഘടനകളുടെ സമരം അത് ഈ സ്കൂൾ പരിസരത്തേക്ക് എത്തിയതാണ്. ബാരിക്കേഡ് വെച്ച് പോലീസ് തടഞ്ഞു. ഒടുവിൽ പോലീസുമായി RYF പ്രവർത്തകർ നേരത്തെ ഈ റോഡിൽ കിടന്ന് ഏറ്റുമുട്ടുന്നടക്കം നമ്മൾ കണ്ടതാണ്. ഒടുവിലാണ് ഇതിനുശേഷം ഇപ്പോൾ KSUവിന്റെ നേതൃത്വത്തിൽ സ്കൂളിലേക്ക് പ്രകടനം എത്തിയത്. ഒടുവിൽ ആ പ്രകടനം ബാരിക്കേഡ് ഭേദിച്ച് അകത്തേക്ക് കടന്നതോടെയാണ് സംഘർഷത്തിലേക്ക് പോയത്. സർക്കാർ ഈ സ്കൂൾ ഏറ്റെടുക്കണമെന്ന ആവശ്യമാണ് KSU മുന്നോട്ട് വെക്കുന്നത്. കാരണം CPM മാനേജ്മെന്റ് സ്കൂളാണ്, അത് മാറ്റി അത് സർക്കാർ ഏറ്റെടുക്കണം. അതുവരെ ഈ സമരവുമായി മുന്നോട്ട് തന്നെ പോകും എന്നുള്ളതാണ് KSU ആവർത്തിക്കുന്നതിലും. ഈ ദൃശ്യങ്ങൾ കാണുന്നതിൽ പോലെ ഈ നിലത്ത് കുത്തിയിരുന്ന് പ്രതിഷേധിച്ച KSU പ്രവർത്തകരെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. അരുൺ രാജാണ് തേവലക്കര സ്കൂളിന്റെ സമീപത്തു നിന്ന് വിവരങ്ങൾ നൽകിയത്. രാവിലെ മുതൽ അവിടേക്ക് പ്രതിഷേധ മാർച്ചുകൾ എത്തുകയാണ്. പലതും സംഘർഷത്തിലാണ് കലാശിച്ചത്.